നമസ്കാരം. ആസാദ് യുണൈറ്റഡ് എഡിഷനിലേക്ക് ഏവർക്കും സ്വാഗതം. നോക്കാം ഇന്നത്തെ പ്രധാനപ്പെട്ട വാർത്തകൾ. ലാൽ സലാം ഇവിടെയെല്ലാം ഉഷാറാണ്. കുട്ടികൾക്ക് പ്രതിപക്ഷ നേതാവിന്റെ കോൾ. വീണ്ടും 2200 കോടി കടമെടുക്കുന്നു. 6 മാസത്തിൽ സതീശൻ സർക്കാർ എടുത്തത് 14,400 കോടി രൂപ. സുരേന്ദ്രനും അനിൽ ആന്റണിയും BJP ദേശീയ സെക്രട്ടറി അബ്ദുള്ളക്കുട്ടി പുറത്ത്. വിലക്കുകൾ വില പോയില്ല. ഐഷി ഘോഷിനെ പങ്കെടുപ്പിച്ച് കണ്ണൂർ സർവകലാശാലയിൽ ഷീഫ് ഫെസ്റ്റ് നടത്തി. സമാന്തര ഭരണത്തിന് ശ്രമം. ഗവർണർ പോലീസ് മേധാവിയെ വിളിച്ചു വരുത്തിയത് ജനാധിപത്യ വിരുദ്ധം. പ്രതിപക്ഷ നേതാവ്. നിയമനമില്ല. സെക്രട്ടേറിയറ്റിന് മുന്നിൽ 21 മുതൽ ഉദ്യോഗാർത്ഥികളുടെ പ്രക്ഷോഭം. കോടികളുടെ കഞ്ചാവ് വിളയുന്നത് ഒഡീഷയിലെ സർക്കാർ ഭൂമിയിൽ. ട്രെയിനുകളിലും ലോറികളിലുമായി കേരളത്തിലേക്ക്. ലാൽ സലാം ഇവിടെല്ലാം ഉഷാറാണ്. കുട്ടിസഖാക്കൾക്ക് പ്രതിപക്ഷ നേതാവിന്റെ കോൾ. ഇൻസ്റ്റഗ്രാമിൽ തരംഗമായ കുട്ടിസഖാക്കളെ തേടി പ്രതിപക്ഷ നേതാവ് പിണറായി വിജയന്റെ ഫോൺ കോൾ. ഇൻസ്റ്റഗ്രാമിൽ തരംഗമായ മുഹമ്മദ് സിയാനിയും കൂട്ടുകാരിയും തേടിയാണ് ഫോൺ കോൾ എത്തിയത്. കുട്ടിസഖാക്കൾക്ക് പിണറായി വിജയൻ ഫോൺ കോളിലൂടെ ആശംസ അറിയിച്ചു. മെറ്റ നടപടികളെ കുറിച്ച് മാതാപിതാക്കളോട് വിവരങ്ങൾ അന്വേഷിക്കുകയും ചെയ്തു. നിലവിലെ സാഹചര്യങ്ങളെ കുറിച്ച് അന്വേഷിച്ച പ്രതിപക്ഷ നേതാവിനോട് ഞങ്ങൾ തിരിച്ചു വരുമെന്നായിരുന്നു സിയാന്റെ മറുപടി. ബാലസംഘം യൂണിറ്റിലെ സഹപ്രവർത്തകരെ പരിചയപ്പെടുത്തിക്കൊണ്ട് സിയാനും കൂട്ടുകാരും പങ്കുവെച്ച വീഡിയോ അപ്ലോഡ് ചെയ്തതിന് പിന്നാലെ ഇവരുടെ ഇൻസ്റ്റഗ്രാം അക്കൗണ്ട് മെറ്റ നീക്കം ചെയ്തിരുന്നു. വീഡിയോ സോഷ്യൽ മീഡിയയിൽ നിമിഷ നേരം കൊണ്ടാണ് തരംഗമായത്. വീഡിയോ ശ്രദ്ധിക്കപ്പെട്ടതോടെ പ്രതിപക്ഷ നേതാവ് പിണറായി വിജയൻ ലാൽ സലാം എന്ന് കമന്റ് ചെയ്ത് കുട്ടികളെ അഭിവാദ്യം ചെയ്തിരുന്നു. PA മുഹമ്മദ് റിയാസ് MLA അടക്കമുള്ള നേതാക്കളും വീഡിയോ കമന്റുകളുമായി എത്തി. ഇതിനു പിന്നാലെയാണ് മെറ്റ അക്കൗണ്ട് നീക്കം ചെയ്തത്. വിലക്കുകൾ വില പോയില്ല. ഐഷി ഘോഷിനെ പങ്കെടുപ്പിച്ച് കണ്ണൂർ സർവകലാശാലയിൽ ഷീഫ് ഫെസ്റ്റ് നടത്തി. കണ്ണൂർ സർവകലാശാലയിൽ വിദ്യാർത്ഥി യൂണിയൻ നിശ്ചയിച്ച ഷീഫ് ഫെസ്റ്റ് തടയാനുള്ള വൈസ് ചാൻസലറുടെ നീക്കം പൊളിഞ്ഞു. SFI അഖിലേന്ത്യാ ജോയിന്റ് സെക്രട്ടറി ഐഷി ഘോഷിനെ പങ്കെടുപ്പിച്ച് മുൻകൂട്ടി നിശ്ചയിച്ച പ്രകാരം സെമിനാർ ഹാളിൽ വെച്ച് തന്നെ വിദ്യാർത്ഥി യൂണിയൻ പരിപാടി നടത്തി. സംവാദങ്ങളെ ഭയക്കുന്നവരാണ് വിലക്കുകൾ ഏർപ്പെടുത്തിയതെന്ന് ഐഷി ഘോഷ് പറഞ്ഞു. ഇത്തരം അടിച്ചമർത്തലുകൾക്കെതിരായ പ്രതിരോധം ആളിപ്പടരണമെന്നും ഐഷി പരിപാടിയിൽ പങ്കെടുത്ത് സംസാരിച്ചു. പാലയാട് ക്യാമ്പസിലെ സെമിനാർ ഹാളിൽ തിങ്കളാഴ്ച രാവിലെ പരിപാടി നടത്തുമെന്ന് വിദ്യാർത്ഥി യൂണിയൻ മുൻകൂട്ടി അറിയിച്ചിരുന്നു. എന്നാൽ ഞായർ ഏറെ വൈകി രജിസ്ട്രാറുടെ VCയുടെയോ അനുമതി ഇല്ലാത്തതിനാൽ പരിപാടി നടത്താൻ അനുവദിക്കില്ലെന്ന് ക്യാമ്പസ് ഡയറക്ടർ വിദ്യാർത്ഥി യൂണിയന് ഇമെയിൽ അയച്ചു. കൊടിതോരണങ്ങളും ബാനറുകളും അടിയന്തരമായി മാറ്റണമെന്നും ക്യാമ്പസ് ഡയറക്ടർ ആവശ്യപ്പെട്ടു. സർവകലാശാല അധികൃതരുടെ നടപടി അംഗീകരിക്കാനാകില്ലെന്ന് SFI അറിയിച്ചു. ഡൽഹി ജന്തർ യുവജന പ്രക്ഷോഭത്തിൽ മുൻനിരയിലുണ്ടായിരുന്ന ഐഷി ഘോഷ് വരുന്നതാണ് VCയെ ചൊടിപ്പിച്ചത്. വിദ്യാർത്ഥി യൂണിയന് പരിപാടി നടത്താൻ മുൻകൂർ അനുമതി വേണ്ടെന്ന തീരുമാനം നേരത്തെ VCയുമായുള്ള ചർച്ചയിൽ എടുത്തതാണെന്നും ഷീഫ് ഫെസ്റ്റുമായി മുന്നോട്ടു പോകുമെന്നും SFI വ്യക്തമാക്കിയിരുന്നു. തുടർന്ന് തിങ്കൾ രാവിലെ SFI പ്രവർത്തകർ പ്രതിഷേധിച്ചു. സംഘപരിവാർ അജണ്ട നടപ്പാക്കുന്നതിന്റെ ഭാഗമായാണ് പരിപാടിക്ക് VC അനുമതി നിഷേധിച്ചതെന്ന് യൂണിയൻ ഭാരവാഹികൾ പ്രതികരിച്ചു. കോടികളുടെ കഞ്ചാവ് വിളയുന്നത് ഒഡീഷയിലെ സർക്കാർ ഭൂമിയിൽ. ട്രെയിനുകളിലും ലോറികളിലുമായി കേരളത്തിലേക്ക്. ആർക്കും പെട്ടെന്ന് എത്തിപ്പെടാനാകാത്ത ഉൾവനങ്ങളിലാണ് ഒഡീഷയിലെ ലഹരി മാഫിയ താവളം ഉറപ്പിച്ചിരിക്കുന്നത്. കേരളത്തിലേക്കും രാജ്യത്തെ മെട്രോ നഗരങ്ങളിലേക്കും ഒഴുകുന്ന കോടികളുടെ കഞ്ചാവ് അവർ വിളയിക്കുന്നത് അധികൃതരുടെ കണ്ണുപെട്ടിച്ച് ആയിരക്കണക്കിന് ഏക്കർ സർക്കാർ ഭൂമി കയ്യേറിയാണ്. ഒഡീഷയിലെ ഉൾനാടൻ ഗ്രാമങ്ങളിൽ സർക്കാർ റവന്യൂ ഭൂമി കയ്യേറി ലഹരി മാഫിയ നടത്തുന്ന വൻതോതിലുള്ള കഞ്ചാവ് കൃഷിയുടെ വിവരങ്ങളാണ് ഇപ്പോൾ പുറത്തു വരുന്നത്. കൃഷി സീസൺ ആരംഭിക്കാനിരിക്കെ റവന്യൂ ഭൂമിയിലെ അനധികൃത കഞ്ചാവ് കൃഷിക്കെതിരെ അതീവ ജാഗ്രത പുലർത്തണമെന്ന് റവന്യൂ വകുപ്പ് ജില്ലാ കളക്ടർക്ക് നിർദ്ദേശം നൽകി. ലഹരി സംഘങ്ങൾക്ക് നേരെ സ്ഥലങ്ങളിൽ തന്നെ വീണ്ടും വീണ്ടും കൃഷി ഇറക്കുന്ന പ്രവണതയുണ്ടെന്ന് റവന്യൂ സെക്രട്ടറി അരവിന്ദകുമാർ പാതി ജില്ലാ കളക്ടർമാർക്കയച്ച കത്തിൽ വ്യക്തമാക്കി. പോലീസ് നിരീക്ഷണം കുറവുള്ള ഉൾപ്രദേശമാണ് മാഫിയ താവളങ്ങളാക്കുന്നത്. സർക്കാർ ഭൂമിയിൽ കഞ്ചാവ് കൃഷി ശ്രദ്ധയിൽപ്പെട്ടാൽ 1985 നോർക്കോട്ടിക്സ്, ഡ്രഗ്സ് ആൻഡ് സൈക്ട്രോപിക് സബ്സ്റ്റൻസസ് ആക്ടിലെ സെക്ഷൻ 47 പ്രകാരം ഉടൻ തന്നെ പോലീസിലോ സ്പെഷ്യൽ ടാസ്ക് ഫോഴ്സിലോ വിവരമറിയിക്കണമെന്നാണ് നിർദ്ദേശം. മാഫിയക്ക് കൂട്ടുനിൽക്കുന്ന ഉദ്യോഗസ്ഥർക്കെതിരെ ക്രിമിനൽ നടപടി ഉണ്ടാകുമെന്നും സർക്കാർ മുന്നറിയിപ്പ് നൽകി. കഴിഞ്ഞ ജൂൺ ജൂലൈ മാസങ്ങളിൽ നടത്തിയ പ്രത്യേക ഡ്രൈവിലൂടെ മാത്രം 544 കോടി രൂപ വിലമതിക്കുന്ന 108 മെട്രിക് ടണ്ണിലധികം കഞ്ചാവാണ് ഒഡീഷ പോലീസ് നശിപ്പിച്ചത്.
ആന്ധ്രാപ്രദേശ്, ഒഡീഷ അതിർത്തികളിൽ പ്രധാനമായും കൃഷി ചെയ്യുന്ന കഞ്ചാവിനമായ ശീലാവതിയുടെ പ്രധാന വിപണികളിലൊന്നാണ് കേരളമാണ്. ഒഡീഷയിലെ മലയോരങ്ങളിൽ നിന്നാണ് കിലോഗ്രാമിന് 2000 രൂപ മുതൽ 3000 രൂപ വരെ നിരക്കിൽ ആരംഭിക്കുന്ന ഉണങ്ങിയ കഞ്ചാവ് പല കൈമറിഞ്ഞ് കേരളത്തിലെ ചില്ലറ വിപണിയിലെത്തുമ്പോൾ കിലോഗ്രാമിന് 1,00,000 രൂപ വരെയും എത്തിക്കും. ഒഡീഷയിൽ നിന്നും ആന്ധ്ര അതിർത്തി വഴി കേരളത്തിലേക്ക് എത്തുന്ന ട്രെയിനുകളാണ് കഞ്ചാവ് കടത്തുകാരുടെ പ്രധാന ആശ്രയം. ധൻബാദ് എക്സ്പ്രസ്, ഷാലിമാർ, തിരുവനന്തപുരം എക്സ്പ്രസ് തുടങ്ങിയ ട്രെയിനുകളിൽ ട്രാവൽ ബാഗുകളിലും ബാക്ക് പാക്കുകളിലുമായാണ് കാരിയർമാർ ലഹരി എത്തിക്കുന്നത്. പച്ചക്കറി, കൽക്കരി, തടി എന്നിവ കയറ്റി വരുന്ന അന്തർ സംസ്ഥാന ചരക്ക് ലോറികളിലും അത്യാധുനിക ആഡംബര കാറുകളുടെ ബോണറ്റിനടിയിലും പ്രത്യേക അറകൾ നിർമ്മിച്ചും വൻതോതിലുള്ള കഞ്ചാവ് കടത്ത് നടക്കുന്നുണ്ട്. അങ്കമാലി കരിയാമ്പറമ്പിൽ വെച്ച് 116 കിലോയോളം കഞ്ചാവുമായി 4 ഒഡീഷ സ്വദേശികളെ എക്സൈസ് പിടികൂടിയത് അടുത്തിടെയാണ്. നിയമനമില്ല, സെക്രട്ടേറിയറ്റിന് മുന്നിൽ 21 മുതൽ ഉദ്യോഗാർത്ഥികളുടെ പ്രക്ഷോഭം. PSC നിയമനങ്ങൾ മരവിപ്പിച്ച് വഞ്ചിക്കുന്ന UDF സർക്കാർ നിലപാടിനെതിരെ അതിശക്തമായ പ്രതിഷേധവുമായി ഉദ്യോഗാർത്ഥികൾ രംഗത്ത് വരുന്നു. നിയമനം നടത്തണമെന്നാവശ്യപ്പെട്ട് ഉദ്യോഗാർത്ഥികൾ ആഗസ്റ്റ് 21 മുതൽ സെക്രട്ടേറിയറ്റിന് മുന്നിൽ അനിശ്ചിതകാല പ്രക്ഷോഭം ആരംഭിക്കുമെന്നാണ്. UDF സർക്കാർ അധികാരമേറ്റ ശേഷം PSC നിയമനങ്ങൾക്ക് നിരോധനം ഏർപ്പെടുത്തിയ നിലയിലാണ്. നിലവിലെ റാങ്ക് ലിസ്റ്റുകളിൽ നിന്നും നിയമനം നടത്തുന്നില്ല. വകുപ്പുകൾ ഒഴിവുകൾ കൃത്യമായി റിപ്പോർട്ട് ചെയ്യുന്നുമില്ല. പുതിയ നിയമനങ്ങൾ സർക്കാരിന് ബാധ്യതയാകുന്ന ന്യായം പറഞ്ഞാണ് നിയമനം നടത്താതിരുന്നതെന്നും ഒഴിവുകൾ റിപ്പോർട്ട് ചെയ്തിരിക്കുന്നതും നിയമനങ്ങൾക്ക് തടസ്സമാകുന്ന തരത്തിൽ ഉത്തരവുകളും സർക്കുലറുകളും സർക്കാർ പുറപ്പെടുവിക്കുന്നതും ഉദ്യോഗാർത്ഥികളുടെ ഭാവി അനിശ്ചിതത്തിലാക്കുന്നു. കഴിഞ്ഞ സർക്കാരിന്റെ കാലത്ത് PSC നടത്തിയ നിയമനങ്ങളുടെ പേരിൽ അനാവശ്യ വിവാദങ്ങൾ ഉണ്ടാക്കാൻ ചില മാധ്യമങ്ങളെ കൂട്ടുപിടിച്ച് ഗൂഢാലോചന നീക്കമുണ്ടായതായും ഉദ്യോഗാർത്ഥികളെ തെറ്റിദ്ധരിപ്പിക്കുകയും PSCയുടെ വിശ്വസ്തത തകർക്കുകയും ചെയ്തിരുന്നു. എന്നാൽ വ്യാജ ആരോപണങ്ങൾ PSC കൃത്യമായി മറുപടി നൽകിയതോടെ ആ നീക്കം പാളി. ജൂലൈ 3-ന് സെക്രട്ടേറിയറ്റിന് മുന്നിൽ സമരം നടത്തിയ റാങ്ക് ഹോൾഡേഴ്സ് കൂട്ടായ്മയാണ് സെക്രട്ടേറിയറ്റിന് മുന്നിൽ 21 മുതൽ അനിശ്ചിതകാല പ്രക്ഷോഭം പ്രഖ്യാപിച്ചത്. സമരത്തിന്റെ ഭാഗമായി CJP നേതാവ് അഭിജിത്ത് ദീപികയെ ക്ഷണിക്കുമെന്നും സമരസമിതി കോർഡിനേറ്റർമാർ അറിയിച്ചു. സമാന്തര ഭരണത്തിന്റെ ശ്രമം, ഗവർണർ പോലീസ് മേധാവിയെ വിളിച്ചു വരുത്തിയത് ജനാധിപത്യ വിരുദ്ധം, പ്രതിപക്ഷ നേതാവ്. സർക്കാരിനെ നോക്കുകുത്തിയായി സമാന്തര ഭരണം കൈയാളാൻ ഗവർണർ ശ്രമിക്കുന്നത് ആശ്വാസമല്ലെന്നും ഇത്തരം തെറ്റായ കീഴ്വഴക്കങ്ങൾ ഒരു നീതീകരണവുമില്ലെന്നും പ്രതിപക്ഷ നേതാവ് പിണറായി വിജയൻ. എക്സിക്യൂട്ടീവിന്റെ തലവനെയായ മുഖ്യമന്ത്രിയെയും ബന്ധപ്പെട്ട വകുപ്പ് മന്ത്രിയെയും മറികടന്ന് സംസ്ഥാന പോലീസ് മേധാവിയെ ഗവർണർ നേരിട്ട് വിളിച്ചു വരുത്തിയത് തികച്ചും ജനാധിപത്യ വിരുദ്ധമെന്ന നടപടിയാണെന്ന് അദ്ദേഹം പറഞ്ഞു. തെരഞ്ഞെടുക്കപ്പെട്ട സർക്കാരിനെ വില കൽപ്പിക്കാതെ സംസ്ഥാന ഭരണത്തിൽ നേരിട്ട് ഇടപെടാനുള്ള ഗവർണറുടെ നീക്കം ഭരണഘടനാ തത്വങ്ങളുടെ നഗ്നമായ ലംഘനവും ജനാധിപത്യ സംവിധാനത്തോടുള്ള പരസ്യമായ വെല്ലുവിളിയുമാണ്. 2016 നബാം റിബിയ കേസിലെ സുപ്രീം കോടതി വിധി പ്രകാരം ഭരണഘടനയിലെ ആർട്ടിക്കിൾ 163 ഗവർണർക്ക് അനിയന്ത്രിതമായ വിശേഷാധികാരങ്ങൾ നൽകുന്നില്ലെന്ന് ആർത്തശങ്കയില്ലാതടക്കം വിധം വ്യക്തമാക്കിയിട്ടുണ്ട്. ഗവർണറുടെ വിശേഷാധികാരങ്ങൾ പരിമിതമാണെന്നും ഏകപക്ഷീയമായ തീരുമാനങ്ങൾ എടുക്കാൻ അധികാരമില്ലെന്നും കോടതി പല ഘട്ടങ്ങളിൽ വ്യക്തമാക്കിയതാണ്. മുഖ്യമന്ത്രിയുമായോ ബന്ധപ്പെട്ട വകുപ്പ് മന്ത്രിയുമായോ കൂടിയാലോചനയതിനു ശേഷം മാത്രമേ ഗവർണർക്ക് ഇത്തരം കാര്യങ്ങളിൽ പ്രവർത്തിക്കാൻ കഴിയുള്ളൂ. എന്നാൽ കാലടി സർവകലാശാല വിഷയത്തിൽ അങ്ങനെയൊന്നും ഉണ്ടായില്ല എന്നത് വിഷയത്തിന്റെ ഗൗരവം വർദ്ധിപ്പിക്കുന്നു. വകുപ്പ് മന്ത്രിയുടെ അനുമതിയോടെയാണോ പോലീസ് മേധാവി ഗവർണറെ കണ്ടതെന്ന കാര്യവും വ്യക്തമാക്കേണ്ടതാണ്. ഉന്നത വിദ്യാഭ്യാസ രംഗത്തും സർവകലാശാലകളിലും ഗവർണർ നടത്തിക്കൊണ്ടിരിക്കുന്ന കൈക്കടത്തലുകൾക്കെതിരെ വിദ്യാർത്ഥികളും പൊതുസമൂഹവും ശക്തമായ ചെറുത്തുനിൽപ്പാണ് നടത്തുന്നത്. എന്നാൽ സർക്കാരിന്റെ അനുരഞ്ജന നിലപാട് മറ്റ് വകുപ്പുകളിലേക്കും ഇടപെടാൻ ഗവർണർക്ക് പഴുതൊരുക്കുകയാണ്. സർക്കാർ പാലിക്കുന്ന മൗനം വിധേയത്വമായി ഗവർണർ കാണുന്നുണ്ട്. സർക്കാരിന്റെ ഭരണഘടനാപരമായ ഫെഡറൽ അധികാരങ്ങളെയാണ് ഫലത്തിൽ ഗവർണർ വെല്ലുവിളിക്കുന്നത്. ഇത് സംസ്ഥാന സർക്കാരും ഗവർണറുമായുള്ള അഡ്ജസ്റ്റ്മെന്റ് രാഷ്ട്രീയത്തിന്റെ മേൽബലി കൊടുക്കാനുള്ളതല്ല, ദൂരവ്യാപകമായ പ്രത്യാഘാതങ്ങൾ സൃഷ്ടിക്കുന്ന ഒന്നാണ്. ഈ അമിത അധികാര പ്രവണതകൾക്കും ഭരണഘടനാ ലംഘനങ്ങൾക്കും മുന്നിൽ ഒരക്ഷരം മിണ്ടാൻ പോലും UDF സർക്കാർ ഭയപ്പെടുന്നത് അങ്ങേയറ്റം ലജ്ജാകരമാണ്. ലോക് ഭവനിൽ യോഗാ ദിനവുമായി ബന്ധപ്പെട്ട് ഉദ്യോഗസ്ഥരുടെ യോഗം വിളിച്ചു ചേർത്ത വിഷയത്തിലും UDF സർക്കാർ കുറ്റക്കാരമായ മൗനമായിരുന്നു പുലർത്തിയത്. പ്രതിപക്ഷ നേതാവ് ഈ വിഷയം ചൂണ്ടിക്കാണിച്ചിട്ടും മുഖ്യമന്ത്രി അനങ്ങിയില്ല.
മുഖ്യമന്ത്രി തന്നെ രാജ്ഭവന് കത്തെഴുതുകയും ഉദ്യോഗസ്ഥരെ വിലക്കുകയും ചെയ്തു. തെരഞ്ഞെടുക്കപ്പെട്ട സർക്കാരിന്റെ പരമാധികാരവും അവകാശങ്ങളും പണയം വെച്ചുള്ള UDF സർക്കാരിന്റെ ഈ കീഴടങ്ങൽ വോട്ടർമാരോടുള്ള അവഹേളനം കൂടിയാണെന്നും അദ്ദേഹം പറഞ്ഞു. വീണ്ടും 2200 കോടി കടമെടുക്കുന്നു. 6 മാസത്തിൽ സതീശൻ സർക്കാർ എടുത്തത് 14,400 കോടി രൂപ. സംസ്ഥാനം വീണ്ടും കടമെടുക്കുന്നു. ഓണക്കാല ചെലവുകൾ നേരിടുന്നതിനായി 2200 കോടി രൂപയാണ് കടമെടുക്കുന്നത്. ശമ്പളം, പെൻഷൻ, ക്ഷേമ പെൻഷൻ, ബോണസ്, ഉത്സവ ഭത്ത എന്നിവ നൽകുന്നതിനായാണ് വീണ്ടും കടമെടുക്കുന്നത്. പ്രതിപക്ഷ നേതാവായിരിക്കെ കേരളത്തെ കടമെടുക്കാതെ നികുതി പിരിവിലൂടെ ഖജനാവ് നിറയ്ക്കുമെന്ന് ആവർത്തിച്ചു പറഞ്ഞ സതീശൻ അധികാരത്തിൽ കയറി 6 മാസത്തിനിടെ കടമെടുത്തത് 14,400 കോടി രൂപ. 10,000 കോടി രൂപയാണ് പ്രതീക്ഷിക്കുന്ന ഓണച്ചെലവ്. ഈ വർഷം ഇനി 8,600 കോടി രൂപയാണ് കേരളത്തിന് കടമെടുക്കാൻ കഴിയുന്ന തുക. എന്തുകൊണ്ട് നികുതി പിരിച്ച് ഖജനാവ് നിറയ്ക്കുന്നില്ല എന്ന ചോദ്യവും സമൂഹ മാധ്യമങ്ങളിൽ നിറഞ്ഞു. കേരളത്തിന്റെ സാമ്പത്തിക നില തകരാറിലാണെന്നും അപകടകരമായ രീതിയിലാണ് മുൻപോട്ട് പോകുന്നതെന്നും പറഞ്ഞ സതീശൻ നികുതി പിരിച്ച് കേരളത്തെ കരകയറ്റി കൊണ്ടുവരണമെന്നും പറഞ്ഞിരുന്നു. സുരേന്ദ്രനും അനിൽ ആന്റണിയും BJP ദേശീയ സെക്രട്ടറി അബ്ദുള്ളക്കുട്ടി പുറത്ത്. BJP ദേശീയ ഭാരവാഹികളെ പ്രഖ്യാപിച്ചു. കേരളത്തിലെ നേതാക്കൾ ആഗ്രഹിച്ച സ്ഥാനങ്ങളൊന്നുമില്ല. മുൻ സംസ്ഥാന അധ്യക്ഷൻ K സുരേന്ദ്രനും അനിൽ ആന്റണിയും ദേശീയ സെക്രട്ടറിമാരായപ്പോൾ ദേശീയ ഉപാധ്യക്ഷനായിരുന്ന AP അബ്ദുള്ളക്കുട്ടിക്ക് സ്ഥാനം നഷ്ടമായി. മറ്റൊരു സ്ഥാനത്തേക്കും കേരളത്തിൽ നിന്നും നേതാക്കളെ പരിഗണിക്കാത്തതിൽ വലിയ പ്രതിഷേധമാണ് ഉയരുന്നത്. നേരത്തെ BJP സംസ്ഥാന അധ്യക്ഷ സ്ഥാനം നഷ്ടമായതിന് പിന്നാലെ സുരേന്ദ്രൻ ആഗ്രഹിച്ച സ്ഥാനക്കയറ്റം പാർട്ടിയിൽ ലഭിച്ചിരുന്നില്ല. വസുന്ധര രാജെ ഉൾപ്പെടെ 13 വൈസ് പ്രസിഡന്റുമാരുടെയും മറ്റ് ഭാരവാഹികളുടെയും പട്ടികയാണ് തിങ്കളാഴ്ച പുറത്തുവിട്ടത്. മുൻ കേന്ദ്രമന്ത്രി സ്മൃതി ഇറാനി ദേശീയ ജനറൽ സെക്രട്ടറിമാരിൽ ഒരാളായി. 8 ദേശീയ ജനറൽ സെക്രട്ടറിമാരാണ് പട്ടികയിലുള്ളത്. പീയൂഷ് ഗോയലാണ് ട്രഷറർ. പട്ടണങ്ങൾ പുതുമോടിയിലേക്ക് ജില്ലയിൽ ബീക്കൺ ടൗൺ പദ്ധതിക്ക് തുടക്കമായി. പദ്ധതി ലോഗോ പ്രകാശനം ചെയ്തു. ജില്ലയിലെ പട്ടണങ്ങളെ വൃത്തിയും ഭംഗിയുള്ളതുമാക്കി മാറ്റുകയെന്ന ലക്ഷ്യത്തോടെ ജില്ലാ ഭരണകൂടത്തിന്റെ നേതൃത്വത്തിൽ നടപ്പിലാക്കുന്ന ബീക്കൺ ടൗൺ പദ്ധതിക്ക് ജില്ലയിൽ തുടക്കമായി. ഓരോ തദ്ദേശ സ്ഥാപനത്തിലെയും ഓരോ പ്രധാന പട്ടണത്തെ മാതൃകാ ടൗൺ ആക്കി മാറ്റുന്നതാണ് പദ്ധതിയുടെ ആദ്യഘട്ടം. തദ്ദേശ സ്ഥാപനങ്ങളുടെ നേതൃത്വത്തിൽ വിവിധ സർക്കാർ വകുപ്പുകളായും സഹകരിച്ച് ജനകീയ പങ്കാളിത്തത്തോടെയാണ് പ്രൊജക്ട് ബീക്കൺ ടൗൺ നടപ്പിലാക്കുക. ഓഗസ്റ്റ് 15 തുടങ്ങി ഒക്ടോബർ 2 വരെ നീണ്ടു നിൽക്കുന്ന പദ്ധതിയുടെ ആദ്യഘട്ടത്തിൽ എളുപ്പത്തിൽ പൂർത്തിയാക്കാൻ പറ്റുന്ന ശുചിത്വ, മാലിന്യ സംസ്കരണ, സൗന്ദര്യവൽക്കരണ പ്രവർത്തനങ്ങൾ നടപ്പിലാക്കും. ഒരു പട്ടണം മുഴുവനായോ വലിയ പട്ടണമാണെങ്കിൽ 500 മുതൽ 1 കിലോമീറ്റർ വരെ ചുറ്റളവിലുള്ള പ്രദേശമോ ആണ് പദ്ധതിക്കായി തിരഞ്ഞെടുത്തത്. മാലിന്യം വലിച്ചെറിയുന്നതും ദുർഗന്ധമുള്ളതുമായ സ്ഥലങ്ങൾ കണ്ടെത്തി ശുചീകരിക്കൽ, പൊതു ശൗചാലയങ്ങൾ പ്രവർത്തനക്ഷമമാക്കൽ, മാലിന്യ ശേഖരണവും സംസ്കരണവും ശക്തിപ്പെടുത്തൽ, അനധികൃത ബോർഡുകൾ, ബാനറുകൾ നീക്കം ചെയ്യൽ തുടങ്ങിയ പ്രവർത്തനങ്ങൾ ഈ ഘട്ടത്തിൽ നടപ്പിലാക്കും. ഒക്ടോബർ 1 മുതൽ മാർച്ച് 31 വരെയുള്ള 2ാം ഘട്ടത്തിൽ കൂടുതൽ സമയം, ഫണ്ട്, സാങ്കേതിക അനുമതി, വകുപ്പ് തല ഏകോപനം എന്നിവ ആവശ്യമായ പ്രവർത്തനങ്ങളാണ് നടപ്പാക്കുക. നടപ്പാത, ഡ്രെയിനേജ്, തെരുവിളക്ക്, കുടിവെള്ള സൗകര്യം, പൊതു ശൗചാലയങ്ങൾ, പാർക്കിംഗ് ക്രമീകരണങ്ങൾ, വെണ്ടർ സോണിംഗ്, പോക്കറ്റ്സ് പാർക്കസ്, ലാൻഡ്സ്കേപ്പിംഗ്, CCTV സ്ഥാപിക്കൽ, ഗ്രീൻ വിജിലൻസ് തുടങ്ങിയ പ്രവർത്തനങ്ങൾ ഈ ഘട്ടത്തിൽ നടപ്പിലാക്കും. പൊതുസ്ഥലങ്ങളിലെ തുപ്പൽ, മൂത്രമൊഴിക്കൽ തുടങ്ങിയ പ്രവണതകൾ തടയുന്നതിനുമായി പൊതു ശൗചാലയങ്ങൾ സൗകര്യങ്ങൾ വർദ്ധിപ്പിക്കുന്നതിനൊപ്പം ബോധവൽക്കരണ മുന്നറിയിപ്പ് ബോർഡുകൾ, നിരീക്ഷണ സംവിധാനങ്ങൾ എന്നിവ ശക്തിപ്പെടുത്തും. ശുചിത്വ മിഷന്റെ നേതൃത്വത്തിൽ ഹരിതകർമ്മസേന, കുടുംബശ്രീ, വ്യാപാരി ഘടനകൾ, റെസ്റ്റോറന്റ് അസോസിയേഷനുകൾ, യുവജന സംഘടനകൾ, നാഷണൽ സർവീസ് സ്കീം, NCC, സ്റ്റുഡന്റ് പോലീസ്, വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ, സന്നദ്ധ സംഘടനകൾ, സർക്കാർ ഓഫീസുകൾ, പൊതുജനങ്ങൾ എന്നിവയെ പദ്ധതിയുടെ ഭാഗമാക്കും. ബീക്കൺ ടൗൺ പദ്ധതി വിലയിരുത്തുന്നതിന് മൂല്യനിർണ്ണയ സംവിധാനം ഏർപ്പെടുത്തും. എന്റെ ടൗൺ എന്റെ അഭിമാനം എന്ന സന്ദേശത്തിൽ പട്ടണങ്ങളുടെ ശുചിത്വ പരിപാലനം ഉറപ്പുവരുത്തുകയാണ് പ്രോജക്ട് ബീക്കൺ ടൗൺ പദ്ധതിയിലൂടെ ലക്ഷ്യമിടുന്നത്. പദ്ധതിയുടെ ലോഗോ പ്രകാശനം ജില്ലാ പഞ്ചായത്ത് ഹാളിൽ നടന്ന ചടങ്ങിൽ പ്രസിഡന്റ് ബിനോയ് കുര്യൻ, ജില്ലാ കളക്ടർ P വിഷ്ണുരാജ് എന്നിവർ ചേർന്ന് നിർവഹിച്ചു. ജില്ലാ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് T ഷബിന, സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺമാരായ A പ്രദീപൻ, P രവീന്ദ്രൻ, ജില്ലാ പഞ്ചായത്ത് മെമ്പർമാർ തുടങ്ങിയവർ പങ്കെടുത്തു. കാർഷിക പരമ്പരാഗത വ്യവസായ ഉൽപ്പന്ന പ്രദർശന വിപണന മേളയ്ക്ക് കണ്ണൂരിൽ തുടക്കം. കണ്ണൂർ ജില്ലാ പഞ്ചായത്തിന്റെയും ജില്ലാ വ്യവസായ കേന്ദ്രത്തിന്റെയും നേതൃത്വത്തിൽ എന്റെ സംരംഭം നാടിന്റെ അഭിമാനം എന്ന സന്ദേശവുമായി സംഘടിപ്പിക്കുന്ന കാർഷിക പരമ്പരാഗത വ്യവസായ ഉൽപ്പന്ന പ്രദർശന വിപണന മേളയ്ക്ക് പോലീസ് മൈതാനിയിൽ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് അഡ്വക്കേറ്റ് ബിനോയ് കുര്യൻ ഉദ്ഘാടനം ചെയ്തു. ജില്ലാ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് T ഷബിന അധ്യക്ഷത വഹിച്ചു.
ജില്ലാ പഞ്ചായത്ത് വികസന സ്റ്റാൻഡിംഗ് കമ്മിറ്റി സ്ഥിരം സമിതി അധ്യക്ഷ രജനി മോഹനൻ, ക്ഷേമ സ്ഥിരം സമിതി അധ്യക്ഷ ബേബി എണച്ചേരിയിൽ, പൊതുമരാമത്ത് സ്ഥിരം സമിതി അധ്യക്ഷർ എ പ്രദീപൻ, ജില്ലാ പഞ്ചായത്ത് അംഗങ്ങളായ എ ബി ലേജു, ജയശ്രീ ടീച്ചർ, എം ഷിമ, ഒ സി ബിന്ദു, പ്രസീത, സി രാജീവ്, ജില്ലാ വ്യവസായ കേന്ദ്രം മാനേജർ ഇൻചാർജ് കെ പി ഗിരീഷ് കുമാർ, ജില്ലാ പഞ്ചായത്ത് സെക്രട്ടറി പി ടി പ്രസാദ്, വ്യവസായ വകുപ്പ് ഉദ്യോഗസ്ഥർ, സംരംഭകർ തുടങ്ങിയവർ പങ്കെടുത്തു. കൂടാളി പഞ്ചായത്ത് കർഷക ദിനാഘോഷം ഇരിട്ടി ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് എ വി സരള ഉദ്ഘാടനം ചെയ്തു. പഞ്ചായത്ത് പ്രസിഡന്റ് ഈസ ജീവൻ അധ്യക്ഷത വഹിച്ചു. ജനപ്രതിനിധികൾ, വിവിധ രാഷ്ട്രീയ പാർട്ടി നേതാക്കൾ, കൃഷി ഓഫീസിലെ ഉദ്യോഗസ്ഥർ എന്നിവർ സംസാരിച്ചു. ഘോഷയാത്ര, കർഷകരെ ആദരിക്കൽ, ക്വിസ് മത്സരം, വിവിധ മത്സരങ്ങൾ എന്നിവയും ഉണ്ടായിരുന്നു. ബിസിനസ് ഫിനാൻസ് ആൻഡ് കംപ്ലയൻസ് വർക്ക്ഷോപ്പ് വ്യവസായ വാണിജ്യ വകുപ്പിന്റെ പരിശീലന വിഭാഗമായ കീറ്റ് കണ്ണൂർ ബ്ലൂനിയർ ഹോട്ടൽ വെച്ച് നടത്തിയ ബിസിനസ് ഫിനാൻസ് ആൻഡ് കംപ്ലയൻസ് വർക്ക്ഷോപ്പ് കണ്ണൂർ മുനിസിപ്പൽ കോർപ്പറേഷൻ ഡെപ്യൂട്ടി മേയർ കെ പി താഹിർ ഉദ്ഘാടനം ചെയ്തു. ജില്ലാ വ്യവസായ കേന്ദ്ര മാനേജർ നിതിൻ ER അധ്യക്ഷത വഹിച്ചു. ഉപജില്ലാ വ്യവസായ ഓഫീസർ ജിനു ജോൺ, കെ പി ശരത് തുടങ്ങിയവർ പങ്കെടുത്തു. പരിപാടിയിൽ 70ഓളം സംരംഭകരും പങ്കെടുത്തു. ഇവിടെ സമാപിക്കുകയാണ്. അടുത്ത വാർത്താ ബുള്ളറ്റിൻ നാളെ രാത്രി. നാളെ വീണ്ടും കാണാം. നന്ദി, നമസ്കാരം.